ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ രക്തപരിശോധനാ കേന്ദ്രത്തിൽ ഗുരുതര അനാസ്ഥ. ഡെങ്കിപ്പനി പരിശോധനയ്ക്കായി 1.5 വയസ്സുകാരന്റെ രക്തം ശേഖരിച്ച് 8 ദിവസം പിന്നിട്ടിട്ടും ഫലം നൽകിയില്ല. ആന്റിജൻ കിറ്റ് ഇല്ലാത്തതിനാൽ പരിശോധന നടത്തിയില്ലെന്നാണ് ജീവനക്കാരുടെ വിചിത്രമായ വാദം. കഴിഞ്ഞ 9-ാം തീയതിയാണ് പൈനാവ് സ്വദേശികളായ സുമിത്ത്, അച്ചു ദമ്പതികളുടെ മകൻ ഇഹാനെ കടുത്ത പനിയെ തുടർന്ന് ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. കുട്ടിക്ക് ഡെങ്കിപ്പനിയാണെന്ന് സംശയം തോന്നിയതോടെ രക്തം ഇടുക്കി മെഡിക്കൽ കോളേജിലെ ലാബിൽ പരിശോധനയ്ക്ക് നൽകി. രക്തപരിശോധനാ ഫലം വരാൻ വൈകിയതോടെ സുമിത്ത് കുട്ടിയുമായി വീണ്ടും ആശുപത്രിയിലെത്തുകയായിരുന്നു. ഈ സമയത്താണ് പരിശോധന നടത്താനുള്ള ആന്റിജൻ കിറ്റ് ഉൾപ്പെടെയുള്ള അവശ്യ വസ്തുക്കൾ ലാബിലില്ല എന്ന് ജീവനക്കാർ പറയുന്നത്. കുഞ്ഞിന് പനിയായിരുന്നു, 2-3 ദിവസമായിട്ട് പനിയായിരുന്നു. കഴിഞ്ഞ 9-ാം തീയതി ഇലക്ഷൻ്റെ അന്നാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഡെങ്കു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എഴുതി തന്നു. ഡെങ്കു ടെസ്റ്റ് ചെയ്തപ്പോൾ അന്ന് അവിടെ ചെയ്ത ടെസ്റ്റിൽ പോസിറ്റീവ് ആണെന്ന് കാണിച്ചു. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടൊരു എലൈസ എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്യാനായിട്ട് എഴുതി തന്നു. 7 ദിവസം താമസമുണ്ട് എന്ന് നമ്മളോട് പറഞ്ഞു. അപ്പോൾ ഇന്നലെയാണ് റിസൾട്ട് വരേണ്ടത്. അപ്പോൾ ഇന്നലെ വൈകിട്ട് ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇന്ന് വരും, ഇന്നലെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ടെസ്റ്റിന് അയച്ചിട്ടില്ല, അവർക്ക് കിറ്റ് തീർന്നു പോയി, അതുകൊണ്ട് ടെസ്റ്റിന് അയച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നാലെ ഇവർ കുട്ടിയുമായി സ്വകാര്യ ആശുപത്രിയിലെത്തി പരിശോധന നടത്തി. പരിശോധനയിൽ കുട്ടിയുടെ പ്ലേറ്റ്ലെറ്റിന്റെ എണ്ണം 4 ലക്ഷത്തിൽ നിന്ന് 1.98 ലക്ഷമായി കുറഞ്ഞതായും കണ്ടെത്തി. സംഭവത്തിൽ മെഡിക്കൽ കോളേജ് ലാബ് ജീവനക്കാർക്കുണ്ടായ അനാസ്ഥ ചൂണ്ടിക്കാട്ടി സുമിത്ത് പരാതി നൽകി. നിലവിൽ പരാതി ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. നിലവിൽ സൂപ്രണ്ടിന് പരാതി കൊടുത്തിട്ടുണ്ട്, DMIക്കും പരാതി കൊടുത്തിട്ടുണ്ട്. കളക്ടർക്ക് ഓഫീസിൽ നിന്ന് കളക്ടർക്ക് തന്നെ 3 വർഷം ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പരാതി ഹെൽത്ത് മിനിസ്റ്റർ വായിക്കാനുണ്ട്. നിലവിൽ എന്തെങ്കിലും നടപടി ഉണ്ടാവണം. എന്നെപ്പോലെ സാധാരണപ്പെട്ട ആൾക്കാർക്ക് നീതി കിട്ടും. എനിക്കിപ്പോൾ പ്രതികരിക്കാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ പ്രതികരിക്കും. പ്രതികരിക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ പ്രതികരിക്കുന്നത്. ലാബിൽ ആവശ്യമായി പരിശോധനാ സാധനങ്ങൾ ഇല്ലെന്ന വിവരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അറിയുന്നത് പരാതി ലഭിച്ചപ്പോൾ മാത്രമാണ്. സംഭവത്തിൽ ആരോഗ്യമന്ത്രിക്കും ജില്ലാ കളക്ടർക്കും ഉൾപ്പെടെ പരാതി നൽകുമെന്ന് സുമിത്തും കുടുംബവും വ്യക്തമാക്കി. ജനം, ഇടുക്കി.